ദേശീയ മുസ്ലിം പരിവേഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി, അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഇംഗിതങ്ങൾക്ക് വേണ്ടിയും ദേശീയ മുസ്ലിം പദവിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അയോധ്യയിലെ ക്ഷേത്രത്തെ അതിനെ പിന്തുണയ്ക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഷജറത്തിൻ ത്വയ്യിബ, നല്ലൊരു വടവൃക്ഷമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലും, എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഒരിക്കലും ശിർക്കിന്റെ പരിസരങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. ഏതോ ഒരു കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചു, ഇനി പ്രവർത്തിക്കില്ല എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എത്ര തീഷ്ണമായ പരീക്ഷണങ്ങളുടെ, കൊടിയ പീഡനങ്ങളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു ചെന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മനസ്സിൽ അടിയുറച്ചവൻ ഒരു തരത്തിലും കുലുങ്ങുകയില്ല. അവൻ കുലുങ്ങില്ല, മറിച്ച് അവൻ ശക്തനായ ആദർശധീരനായിട്ട് എപ്പോഴും ഏത് സ്വച്ഛാധിപതികളുടെ മുമ്പിലും അവൻ നിവർന്നെഴുന്നേറ്റ് നിൽക്കും. കേരളത്തിന്റെ വാനമ്പാടികൾ എത്ര മനോഹരമായിട്ട് ശിർക്കിനെ അവതരിപ്പിച്ചാലും നടന വിസ്മയം, കേരളത്തിന്റെ നടന വിസ്മയം എത്ര ഭംഗിയായിട്ടാണ് ഇതിനെ, ഈ ശിർക്കിന്റെ ആശയങ്ങളെ നമ്മുടെ മുമ്പിൽ പറയുന്നത് എങ്കിലും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. തൗഹീദാണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുക. അത് നമ്മൾ മനസ്സിൽ രൂഢമൂലമാക്കി മാറ്റണം സഹോദരന്മാരെ. ഇന്നത്തെ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ സൂറത്തുൽ ഇബ്രാഹിമിലെ കുറച്ച് ആയത്തുകൾ, അതാണ് ഈ വചനത്തിന്റെ പൊരുൾ എന്നുള്ള രീതിയിൽ ഒരു ഹെഡിങ്ങിൽ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത്. കുറച്ച് ആയത്തുകൾ ഇൻഷാ അല്ലാഹ് ഓതി അവസാനിപ്പിക്കാം. അതിനു മുമ്പായിട്ട് അതിന്റെ ഒരു ആമുഖമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, നമ്മുടെ സുഫിയാൻ പറഞ്ഞു വെച്ചതിന്റെ ഒരു തുടർച്ച പോലെ പറയുകയാണ്. അയോധ്യയിലെ 4.5 നൂറ്റാണ്ട് കാലഘട്ടം അള്ളാഹുവിന്റെ തക്ബീറുകൾ മുഴങ്ങിയ, അള്ളാഹുവിന്റെ സാഹോദര്യത്തിന്റെ വചനങ്ങൾ മുഴങ്ങിയ ബാബരി മസ്ജിദ് തകർത്ത് അവിടെ ഒരു രാമക്ഷേത്രം പണിതു. അത് നമ്മളിപ്പോ അതിന്റെ ആഘോഷങ്ങളും സെലിബ്രേഷനുകളും നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. സാംസ്കാരിക കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, അതിലെ നായകന്മാർ, എഴുത്തുകാർ, അങ്ങനെ സമൂഹത്തിന്റെ മേൽത്തട്ടിലുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ, നമ്മളൊക്കെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്തിരുന്ന പല വ്യക്തിത്വങ്ങളുടെയും കപട മുഖം മൂടി അഴിഞ്ഞു വീണ സാഹചര്യമാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ദിനത്തിൽ നമ്മൾ കണ്ടത്. വലിയ സെലിബ്രേഷനുകൾ നടക്കുമ്പോൾ സത്യവിശ്വാസികൾ എന്നുള്ള നിലയിൽ നമ്മുടെ മനസ്സിൽ വല്ലാത്ത വേദനയുണ്ട്, വിഷമമുണ്ട്. വിഷമമില്ലാത്തവർ, സങ്കടമില്ലാത്തവർ ഈമാനിന്റെ കണിക തന്നെ ഇല്ല എന്ന് നമ്മൾ പറയേണ്ടി വരും. ആ നിലയിൽ നമുക്ക് വലിയ വിഷമങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. അത് നമ്മുടെ യാഥാർത്ഥ്യമാണ്, ഹഖീഖത്താണ്. എന്നാൽ ഇത്തരത്തിലൊരു ക്ഷേത്രം ഉയരുമ്പോൾ അതില് വലിയ വാദപ്രതിവാദങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ വീക്ഷിക്കുന്നവരാണ്. ആ നിലയിൽ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും വലിയ തരംഗങ്ങൾ സൃഷ്ടിക്കുന്ന അവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയകളിലൂടെ അരങ്ങ് തകർക്കുന്നത്. അത് നമ്മുടെ കണ്ണുകളിലൂടെ, നമ്മുടെ സ്ക്രീനുകളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്ക്രോൾ ചെയ്തു പോകുമ്പോൾ ഇത് നമ്മൾ നിരന്തരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടെ ദേശീയ മുസ്ലിം പരിവേഷത്തിന് വേണ്ടി പരിശ്രമിക്കുന്ന ആളുകളുണ്ട്. അവരുടെ സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കാൻ വേണ്ടി, അവരുടെ വ്യാപാര സ്ഥാപനങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി, അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ഇംഗിതങ്ങൾക്ക് വേണ്ടിയും ദേശീയ മുസ്ലിം പദവിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അയോധ്യയിലെ ക്ഷേത്രത്തെ അതിനെ പിന്തുണയ്ക്കുകയും അനുകൂലിക്കുകയും ചെയ്യുന്ന ഒരു വലിയ ജനവിഭാഗം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമായ ഒരു കാര്യമാണ്. ആ വിഷയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇവിടെ ആ ഒരു ആശയതലത്തിലോട്ട് പോകാതെ മുസ്ലിം ഉമ്മത്തിനെ വളരെ വ്യക്തമായിട്ടൊരു സന്ദേശം കൊടുക്കാൻ ആഗ്രഹിക്കുകയാണ്, ഒരാമുഖമായിട്ട് പറയുകയാണ്. ഷിർക്കിന്റെ, കുഫറിന്റെ ആശയങ്ങളോട്, അതിന്റെ ആശയ പരിസരങ്ങളോട് എന്തെങ്കിലും തരത്തിലുള്ള ആഭിമുഖ്യം
നമുക്ക് തോന്നുന്നുണ്ട് എങ്കിൽ നാം വലിയ പരാജയത്തിന്റെ ആളുകളാണെന്ന് പറയുന്നത് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞ വാക്കുകൾ കൊണ്ട് പറയുകയാണ്, വജാവസ്നാ ബിബനി ഇസ്രായീൽ അൽ ബഹർ, ബനു ഇസ്രായേലുകാരെ നാം കടൽ കടത്തി. ആ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം ബനു ഇസ്രായേലുമായിട്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഹിജ്റ ചെയ്ത് പോവുകയാണ്. തൊട്ടുപുറകിൽ ഫിർഔനിന്റെ പട്ടാളമുണ്ട്, മുമ്പിലാവട്ടെ ചെങ്കടലുണ്ട്. നമ്മൾ സാധാരണ പറയാറുണ്ട് ചെകുത്താനും കടലിലും നടുക്കായി പോവുക എന്നുള്ളൊരു പ്രയോഗം. ചെകുത്താനും കടലിലും നടുക്കായി പോവുക എന്ന് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. ഇതുപോലെയാണ് ബനു ഇസ്രായേലിന്റെ സമൂഹം. അവർ ഫിർഔൻ തൊട്ടുപുറകില്, ചെങ്കടലാവട്ടെ മുമ്പില്. ഇതിന്റെ ഇടയിൽ പെട്ടുപോയി. ഇന്നാലെ മുദ്റക്കൂൻ മൂസ, അതേ നമ്മൾ പിടിക്കപ്പെടാൻ പോവുകയാണെന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിലും ആ ഒരു സന്ദർഭത്തിലും മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ഇന്ന മഅയ റബ്ബി, എന്റെ റബ്ബ് എന്റെ കൂടെ തൊണ്ടെന്നുള്ള ഇലാഹിയായ വിശ്വാസം അവരുടെ മുമ്പിൽ പറയുകയും അള്ളാഹുവിന്റെ സഹായം അവർ നേരിട്ട് കാണുകയും ചെയ്യുന്നു. അങ്ങനെ കടല് പിളർന്ന് അവർ അപ്പുറത്തെ സൈഡിലോട്ട് പോവുകയാണ്. അങ്ങനെ അവർ സഞ്ചാരം മുമ്പോട്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു ജനതയുടെ അടുക്കൽ വരികയാണ്. അവരുടെ വിഗ്രഹങ്ങൾ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഖാലു, ബനു ഇസ്രായേലുകാർ പറയുകയാണ്, യാ മൂസ, അല്ലയോ മൂസ, ഇജ്അൽ ലനാ ഇലാഹൻ കമാ ലഹും ആലിഹ, അവർക്ക് ആരാധ്യന്മാരുള്ളതുപോലെ വിഗ്രഹങ്ങൾ ഉള്ളതുപോലെ ഞങ്ങൾക്കും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിത്താ. ഈ സമൂഹം ഇത്രയും അതപ്പതിച്ചുകൊണ്ടൊരു വാക്ക് പറഞ്ഞപ്പോൾ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചൊരു വാക്ക് പറഞ്ഞു, ഖാല ഇന്നക്കും ഖൗമുൻ തജ്ഹലൂൻ, നിങ്ങൾ വിഡ്ഢികളായ മൂഢന്മാരായ ജനതയാണോ എന്ന് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം തിരിച്ചു ചോദിച്ചു. എന്തുകൊണ്ടാ ചോദിച്ചത്? സഹോദരന്മാരെ, ഈ ചോദിച്ചതിന് വ്യക്തമായ കാരണമുണ്ട്. പ്രധാനമായിട്ടും രണ്ട് കാരണങ്ങളാണ് പറയുന്നത്. ഒന്ന്, തൗഹീദിൽ വിശ്വസിച്ചതിന്റെ പേരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. തൗഹീദിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ഫിർഔൻ അതിശക്തമായ ക്രൂരമായ പീഡനങ്ങൾ ന്യൂനപക്ഷമായ ബനു ഇസ്രായേലുകാർക്കെതിരെ അതിശക്തമായിട്ട് അഴിച്ചുവിടുകയുണ്ടായി. വളരെ പരാക്രമങ്ങൾ ഏൽക്കേണ്ടി വന്നു. ആ സമയത്തും ചെങ്കടലിൽ പിളർത്തിക്കൊണ്ട് മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഖൗമിനെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തി. തൗഹീദിന്റെ പേരിൽ മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഉച്ചരിച്ചതിന്റെ പേരിൽ മാത്രമാണ് അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തിയത്. എന്നാൽ തൊട്ടപ്പുറത്ത് ഒരാളുണ്ടായിരുന്നു. ആരാള്? തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ആൾ ആരായിരുന്നു? ഫിറൗനായിരുന്നു ഉണ്ടായിരുന്നത്. ഫിറൗൻ പറഞ്ഞത് അന റബ്ബുക്കുമുൽ അഅല എന്നാ പറഞ്ഞത്. ഞാനാണ് നിങ്ങളുടെ ഏറ്റവും ഉന്നതനായ റബ്ബ്. ഏറ്റവും വലിയ ശിർക്കിന്റെ കൊടിയ വാക്ക് പറഞ്ഞ ആളാണ്. ഏറ്റവും കൊടിയ വാക്ക് പറഞ്ഞ ശിർക്കിന്റെ ഏറ്റവും വലിയ കൊടിയ വാക്ക് പറഞ്ഞു, ഞാനാണ് ഈ ഭൂമിയെ നിയന്ത്രിക്കുന്നത്. ഹാദിഹിൽ അൻഹാറു തജ്രി മിൻ തഹ്തി, ഈ കാണുന്ന പുഴകൾ, ഈ കാണുന്ന നദി ഒഴുകുന്നത് എന്റെ കാലിന്റെ ചുവട്ടിലൂടെയാണ്. റബ്ബ് ഞാനാണ്, നിങ്ങൾക്ക് ഭക്ഷണം നൽകുന്നത് ഞാനാണ് ഈ ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന രീതിയിൽ ഫിർഔൻ പറയുകയുണ്ടായി. തൗഹീദില്ല, ശിർക്കിന്റെ അടയാളവും ശിർക്കിന്റെ വാക്കുകളും അവൻ ഉച്ചരിച്ചു. അതിന്റെ പേരിൽ അവനെ ആ ചെങ്കടലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മുക്കിക്കൊന്നു. ഇത് നേരിട്ട് കണ്ട ആൾക്കാരാണ് ആര്? ബനു ഇസ്രായേലുകാർ. ഇത് നേരിട്ട് കാണുകയും ദർശിക്കുകയും അല്ലാഹുവിന്റെ സഹായം വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്ത ബനു ഇസ്രായേലുകാർ പറയുകയാണ്, അവർക്ക് കുറെ വിഗ്രഹങ്ങളില്ല മൂസ, ഇതുപോലെ ഞങ്ങൾക്കും വിഗ്രഹങ്ങൾ ഉണ്ടാക്കിത്താ എന്ന് പറയുകയാണ്. സഹോദരന്മാരെ, ഈ ഒരു ആയത്തിനെ ആധുനികമായിട്ട് നമ്മളൊന്ന് വ്യാഖ്യാനിക്കേണ്ടതുണ്ട്. ആധുനികമായ ശൈലിയിൽ ഇന്ത്യൻ മുസ്ലിമീങ്ങൾ എന്ന് പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുന്നവരാണ് നമ്മൾ. ന്യൂനപക്ഷങ്ങളായ ജനങ്ങളാണ്. ന്യൂനപക്ഷങ്ങളാണ് നമ്മൾ. അധികാരത്തിന് വേണ്ടിയും നമ്മുടെ താല്പര്യക്ക് വേണ്ടിയും നമ്മുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയും നമ്മൾ ശിർക്കിന്റെ ആശയ പരിസരങ്ങൾക്കിലേക്ക് പോവുക എന്ന് പറയുന്നത് അത്യന്തം അപകടകരമാണ്. നമ്മൾ ദുനിയാവിലും ആഖിറത്തിലും നശിച്ചു പോകാൻ അത് കാരണമായി തീരും. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗം കാണിച്ചതുപോലെ, ബനു ഇസ്രായേലുകാർ കാണിച്ചതുപോലെ ഈ തൗഹീദിന്റെ വചനം വിട്ട് ശിർക്കിന്റെ പരിസരത്തിലേക്ക് പോകാൻ നമ്മൾ താല്പര്യപ്പെടാൻ പാടില്ല. ഇവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ശിർക്കിനെ കുറിച്ചും അതുപോലെ തൗഹീദിനെ കുറിച്ചും വ്യക്തമായി മനസ്സിലാക്കുന്ന സൂറത്തുൽ ഇബ്രാഹിമിലെ ആയത്ത് വ്യക്തമാക്കുന്നത്. ആ മനോഹരമായ ആയത്തിലേക്ക് നമുക്കൊന്ന് കാതോർക്കാം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്,
അലം തറ കൈഫ ലറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബതൻ കശജറത്തിൻ ത്വയ്യിബ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, നിങ്ങൾ കാണുന്നില്ലേ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമകൾ ഉദാഹരിക്കുന്നത്, വ്യാഖ്യാനിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? മസലിനെ ഉദാഹരണങ്ങൾ നൽകുകയാണ് അല്ലാഹു തആല. കലിമതൻ ത്വയ്യിബ, മനോഹരമായ വാക്ക്. ഷജറത്തിൻ ത്വയ്യിബ, നല്ല മനോഹരമായ വൃക്ഷം പോലെയാണ്. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ ആഴത്തിലുള്ളതാണ്, അതിന്റെ വേരുകൾ നല്ല ഉറപ്പുള്ളതാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ വാനലോകത്ത് ആകാശലോകത്ത് പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. തുഅതി ഉക്ലഹാ കുല്ല ഹീനിൻ ബിഇദ്നി റബ്ബിഹാ, നാഥന്റെ അനുമതി പ്രകാരം അത് എല്ലാ സമയങ്ങളിലും ഫലം നൽകിക്കൊണ്ടിരിക്കുകയാണ്. വയദ്രിബുല്ലാഹുൽ അംസാല ലിന്നാസി ലഅല്ലഹും യതദക്കറൂൻ. ഈ ഉദാഹരണങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത് ജനങ്ങൾ അവർ ഉത്ബുദ്ധരാവാൻ വേണ്ടിയാണ്. സഹോദരന്മാരെ, ഈ ആയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് ആലോചിക്കണം. ഒരു നല്ല വൃക്ഷം, ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴത്തിൽ വേരൂന്നിരിക്കുകയാണ്. അതിന്റെ ശിഖരങ്ങൾ വാനലോകത്ത് അന്തരീക്ഷത്തിൽ പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. അതിന്റെ അകത്ത് നിന്ന് ഇങ്ങനെ ഫലങ്ങൾ കായ്ച്ചുകൊണ്ടിരിക്കുന്നു. ഫലങ്ങൾ എല്ലാവരും ആസ്വദിക്കുകയാണ് ആ ഫലങ്ങൾ കിട്ടിയിട്ട്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള കലിമത്ത്, ആ കലിമത്ത് നമ്മുടെ ഉള്ളിൽ രൂഢമൂലമാവണം. നല്ല കലിമത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ്. ഷജറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വൃക്ഷം കൊണ്ട് ഉദ്ദേശിക്കുന്നത് സത്യവിശ്വാസിയാണ്. സഹോദരന്മാരെ, ഇതുപോലെയാണ് നമ്മൾ ബഹുസ്വര സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആദർശം പേറി നാം സമൂഹങ്ങൾക്ക് മുഴുവനും നന്മ നൽകുകയാണ്, ഫലങ്ങൾ നൽകുകയാണ്. നമ്മൾ നിന്നും നിരന്തരമായിട്ട് ഫലങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തുകയാണ്. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞ വാക്ക് നല്ല രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കണം. അസ്ലുഹാ സാബിത്തുൻ, അതിന്റെ വേരുകൾ ആഴത്തിൽ വേരൂന്നിരിക്കുകയാണ്, ആഴത്തിൽ വേരൂന്നിരിക്കുകയാണ്. വഫർഉഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ അത് അന്തരീക്ഷത്തിൽ ഇങ്ങനെ പടർന്നു പന്തലിച്ചിരിക്കുകയാണ്. സഹോദരന്മാരെ, ഒരു നല്ല കാറ്റടിച്ചു കഴിഞ്ഞാൽ, നല്ല ശക്തമായ കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മരം അത് മുറിഞ്ഞു പോകും. നല്ല ശക്തമായിട്ട് ഒരു കാറ്റടിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വൃക്ഷം കടപുഴകി വീഴുമോ? ഒരിക്കലുമില്ല, കടപുഴകി വീഴില്ല. കാരണം അതിന്റെ വേരുകൾ ആഴത്തിൽ വേരൂന്നിയിരിക്കുകയാണ്. ഇതുപോലെയാണ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങൾ വന്നാലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമ്മൾ പിടിച്ചു നിർത്തണം. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഷജറത്തിൻ ത്വയ്യിബ, നല്ലൊരു വടവൃക്ഷമായിട്ട് നമ്മൾ മാറേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലും, എത്ര പ്രതിസന്ധി ഘട്ടങ്ങളിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഒരിക്കലും ശിർക്കിന്റെ പരിസരങ്ങളിലേക്ക് നമ്മൾ പോകാൻ പാടില്ല. എത്ര സെലിബ്രിറ്റികൾ കടന്നു വന്നാലും, കേരളത്തിന്റെ വാനമ്പാടികൾ എത്ര മനോഹരമായിട്ട് ശിർക്കിനെ അവതരിപ്പിച്ചാലും, നടന വിസ്മയം, കേരളത്തിന്റെ നടന വിസ്മയം എത്ര ഭംഗിയായിട്ടാണ് ഇതിനെ, ഈ ശിർക്കിന്റെ ആശയങ്ങളെ നമ്മുടെ മുമ്പിൽ പറയുന്നത് എങ്കിലും നമ്മൾ ചെവി കൊടുക്കാൻ പാടില്ല. തൗഹീദാണ് യഥാർത്ഥത്തിൽ വിജയത്തിലേക്ക് നമ്മൾ എത്തിക്കുക. അത് നമ്മൾ മനസ്സിൽ മൂലമാക്കി മാറ്റണം. സഹോദരന്മാരെ, ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നാം ഒരുപാട് കേട്ടവരാണ്. മരുഭൂമിയുടെ ചുട്ടുപൊള്ളുന്ന മണൽ നമ്മളെല്ലാവരും ഇപ്പോൾ ഈ നമ്മുടെ ചൂടൊക്കെ കുറെ വളരെയധികം ബുദ്ധിമുട്ടോടുകൂടിയാണ് അനുഭവിക്കുന്നത്. നമ്മുടെ ചൂട്, മരുഭൂമിയിലെ ഗൾഫിലോട്ട് പോകുന്നവർക്കറിയാം, മരുഭൂമിയിലെ ആ ചൂടും ആ വല്ലാത്ത വേദനയും വിഷമവും ഒക്കെ കണ്ടവരാണ്, അനുഭവിച്ചവരാണ് പ്രവാസി ലോകത്തിലേക്ക് പോയവർ. അവിടെ ആ ഉച്ച സമയത്ത് ഉമയ്യത്ത് ബിൻ ഖലഫ് അടിമയായിട്ടുള്ള ബിലാൽ റളിയല്ലാഹുവിനെ വലിച്ചേച്ചുകൊണ്ട് വരികയാണ്, മലർത്തി കിടത്തുന്നു. എന്നിട്ട് ബിലാൽ റളിയല്ലാഹുവിന്റെ ചങ്കിലേക്ക്, നെഞ്ചിലേക്ക് ഭാരമേറിയ പാറക്കല്ല് കൊണ്ടുവയ്ക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ലാ തസാലു ഹാകദാ ഹത്താ തക്ഫുറ, നീ ഇങ്ങനെ ലാ തസാലു ഹാകദാ ഹത്താ തമൂത, ഇത്തരത്തിലുള്ള കൊടിയ പീഡനം നീ അനുഭവിക്കേണ്ടി വരും ബിലാലെ, നീ അനുഭവിക്കേണ്ടി വരും. അങ്ങനെ നീ മരിച്ചു പോകും. ഔ, അല്ലെങ്കിൽ ഈ വാക്ക് നമ്മൾ കേൾക്കണം. ഔ തക്ഫുറ ബി മുഹമ്മദിൻ, അല്ലെങ്കിൽ നീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനെ നിഷേധിക്കണം. വതഅബുദൽ ലാത്ത വൽ ഉസ്സ, ലാത്തയും ഉസ്സയും നീ ആരാധിക്കാൻ തയ്യാറാവണം. നീ വിട്ടുകളഞ്ഞ ലാത്തയുണ്ടല്ലോ, നീ വിട്ടുകളഞ്ഞ ഉസ്സയുണ്ടല്ലോ, ഇതിനെ നീ വീണ്ടും ആരാധിക്കാൻ തയ്യാറാവണം. അല്ലാത്ത പക്ഷം കടുത്ത രീതിയിലുള്ള ശിക്ഷ നീ അനുഭവിക്കേണ്ടി വരും ബിലാലെ എന്ന് പറയുകയാണ്. ആ സമയത്തും ബിലാൽ റളിയല്ലാഹുവിന്റെ നാവിൽ നിന്നും വന്ന വാക്ക്
ആ സമയത്തും ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ നാവിൽ നിന്നും വന്ന വാക്ക് എന്താണ്? അഹദ്. അല്ലേ? നമ്മൾ ചെറുപ്പകാലം തൊട്ടേ കേൾക്കുന്നതാണ്. അഹദ് അഹദ് എന്നുള്ള പ്രയോഗമാണ് വന്നത്. അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരുമില്ല. അല്ലാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന് പറയുന്ന ആ തൗഹീദിയൻ ദർശനമാണ് ആ ഉമയ്യത്ത് ബിൻ ഖലഫിന്റെ മുമ്പിൽ അത്യുച്ചത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്. എന്താണ്? ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു ഷജറയായി മാറി. ബിലാൽ റളിയല്ലാഹു അൻഹു ഒരു മരമായി മാറി, നല്ല വടവൃക്ഷമായിട്ട് മാറി. എന്തൊക്കെ തരത്തിലുള്ള കൊടുങ്കാറ്റുകൾ അതിലേക്ക് ബാധിച്ചാലും അത് കടപൊഴുകി വീഴില്ല. കാരണം ആഴത്തിൽ വേരൂന്നിയിരിക്കുന്ന, ആഴത്തിൽ വേരുകൾ ഊന്നിയിരിക്കുന്ന ഒരു മരമാണ് ബിലാൽ റളിയല്ലാഹു അൻഹു. ഇത് ആ കാലഘട്ടത്തിൽ നടന്നതല്ലേ? ഈ കാലഘട്ടത്തിലൊന്നും ഇല്ല എന്നൊന്നും ആരും വിശ്വസിക്കണ്ട. നിങ്ങൾ ഗസയുടെ മണ്ണിലേക്ക് നോക്കുക. ഗസയുടെ മണ്ണിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും തകർന്നടിഞ്ഞു കിടക്കുന്ന കെട്ടിടത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കുട്ടി പാരായണം ചെയ്യുന്ന ആയത്ത് വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. എത്ര ഭംഗിയായിട്ടാണ് ആ കുട്ടി ഈ ആയത്ത് ആലാപനം ചെയ്യുന്നത്, ഈ ആയത്ത് ഓതുന്നത്. അതെ, എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങൾ വരും. ആ പരീക്ഷണങ്ങളിൽ ക്ഷമിക്കുന്നവർക്കാണ് സന്തോഷ വാർത്ത എന്ന് ആ കുട്ടിയുടെ വീട് തകർന്നു, ആ കുട്ടിയുടെ സർവസ്വവും നശിച്ചു. ആ സമയത്ത് ആ കുട്ടി പറയുകയാണ്. അതുപോലെ തന്നെ മാതാപിതാക്കൾ മരണപ്പെട്ടവർ, കുടുംബാംഗങ്ങൾ മരണപ്പെട്ടവർ, സർവസ്വവും നഷ്ടപ്പെട്ട ആളുകൾ അൽഹംദുലില്ലാഹ് തവക്കൽതു അലല്ലാഹ്, അൽഹംദുലില്ലാഹ് തവക്കൽതു അലല്ലാഹ്, ഞങ്ങൾ സംതൃപ്തരാണ്, അല്ലാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുകയാണ്, അല്ലാഹു തആല നടപടി എടുക്കട്ടെ എന്നുള്ള വിശ്വാസത്തിന്റെ ആ വാക്കാണ് അവരുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. സഹോദരന്മാരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇപ്പോഴും അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും. ആ അത്ഭുതങ്ങൾ ഇപ്പോഴും സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഗസയുടെ മണ്ണിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഏതോ ഒരു കാലഘട്ടത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്ന ആ സോഫ്റ്റ്വെയർ പ്രവർത്തിച്ചു, ഇനി പ്രവർത്തിക്കില്ല എന്ന് ചിന്തിക്കരുത്. ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇനിയും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. എത്ര തീഷ്ണമായ പരീക്ഷണങ്ങളുടെ, കൊടിയ പീഡനങ്ങളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു ചെന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് മനസ്സിൽ അടിയുറച്ചവൻ ഒരു തരത്തിലും കുലുങ്ങുകയില്ല. അവൻ കുലുങ്ങില്ല, മറിച്ച് അവൻ ശക്തനായ ആദർശധീരനായിട്ട് എപ്പോഴും ഏത് സ്വച്ഛാധിപതികളുടെ മുമ്പിലും അവൻ നിവർന്നെഴുന്നേറ്റ് നിൽക്കും. അതാണ് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നൽകുന്ന ബലം. രണ്ടാമത്, ഈ ആയത്തിന്റെ വേറൊരു ഭാഗം അല്ലാഹു തആല പറയുന്നുണ്ട്. വമസലു കലിമത്തിൻ ഖബീസ, മോശമായ കലിമത്തിന്റെ ഉദാഹരണം കശജറത്തിൻ ഖബീസ, മോശമായ ഒരു വൃക്ഷം പോലെയാണ്. ഭൂമിയുടെ മുകളിൽ നിന്നും പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയുന്ന, ഭൂമിയുടെ മുകളിൽ നിന്നും പെട്ടെന്ന് പറിച്ചെടുക്കാൻ കഴിയുന്ന ഒരു വൃക്ഷം പോലെയാണ് മോശമായ കലിമത്തിന്റെ ഉപമയെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. മാലഹാ മിൻ ഖറാർ, അതിന് ഒരു തരത്തിലുള്ള ഒരു നിലയുറപ്പിക്കാൻ കഴിയില്ല, ഏത് സമയത്തും നശിച്ചു പോകും. ഇതാണ് കുഫ്ർ എന്ന് പറയുന്നത്. സഹോദരന്മാരെ, മോശമായ കലിമത്തിന്റെ ഉപമ ഒരു ഭൂമിയുടെ തൊലിപ്പുറത്ത് നിൽക്കുന്ന ഒരു വൃക്ഷം പോലെയാണ്. ഈ തൊലിപ്പുറത്ത് നിൽക്കുന്ന വൃക്ഷം തൊലിപ്പുറത്ത് തന്നെയാണ് വേരുകൾ പടർത്തിയിരിക്കുന്നത്. പക്ഷേ ഒന്ന് പിടിച്ചു വലിച്ചാൽ അത് പെട്ടെന്ന് അങ്ങ് ഇളകി വരും. ഇതുപോലെയാണ് ശിർക്കിന്റെ, കുഫറിന്റെ, യുക്തിവാദത്തിന്റെ, ലിബറലിസത്തിന്റെ ഏതൊക്കെ ഈസങ്ങളുണ്ടോ ആ ഈസങ്ങളുടെയും വാദങ്ങളുടെയും മനുഷ്യനിർമ്മിതമായ വാദങ്ങളുടെ എല്ലാം ഉദാഹരണം അത് ഏത് നിമിഷവും പറിച്ചെടുക്കപ്പെടാൻ പാകത്തിന് ഭൂമിയുടെ മുകളിൽ കിടക്കുകയാണ്. ഇത് നമ്മൾ ഈ സെലിബ്രേഷനൊക്കെ കാണുമ്പോൾ, വലിയ വലിയ കെട്ടിടങ്ങളും മന്ദിരങ്ങളൊക്കെ ഉയരുന്നത് കാണുമ്പോൾ നമ്മൾ വലിയ വിഷമിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മാലഹാ മിൻ ഖറാർ, അതിനൊരൊറപ്പ് ഉണ്ടാവില്ല. ഏത് സമയത്തും പിഴുതെടുക്കപ്പെടാവുന്ന ഒരു വൃക്ഷം പോലെയാണത്. അതിനകത്ത് പ്രത്യേകിച്ച് ഒരു ഉറപ്പ് ഉണ്ടാവില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ ഉൽപ്പന്നങ്ങൾ അത് എത്ര ഭംഗിയായിട്ട് അവതരിപ്പിക്കപ്പെട്ടാലും അതിന്റെ പ്രൊഡക്റ്റുകൾ മോശമായിരിക്കും. എത്ര നല്ലതാണെന്ന് നമുക്ക് തോന്നിയേക്കാം. ഏറ്റവും നല്ല ഡ്രസ്സിലായിരിക്കും അദ്ദേഹം വരിക, ഏറ്റവും ഉന്നതമായ കാറിലായിരിക്കും അദ്ദേഹം വരിക, ഏറ്റവും ഉന്നത സ്ഥാനങ്ങളിലായിരിക്കും അദ്ദേഹം ഇരിക്കുക. എല്ലാ രാജ്യങ്ങളിലും പോയി കരാറുകൾ ഒപ്പിടുന്നുണ്ടാവും, എല്ലാ രാജ്യങ്ങളിലും പോയി നന്മകൾ ചെയ്യാൻ വേണ്ടി പല വാക്കുകളും പറയുന്നുണ്ടാവും. പക്ഷെ ശിർക്കിന്റെ ഉൽപ്പന്നമാണ്. ശിർക്കിന്റെ ഉൽപ്പന്നങ്ങൾ
ഉൽപ്പന്നങ്ങൾക്ക് ഒരിക്കലും നല്ല ഫലം നൽകാൻ കഴിയില്ല. തൗഹീദിന്റെ ഉൽപ്പന്നങ്ങൾക്ക് മാത്രമേ നല്ല ഫലം നൽകാൻ കഴിയുകയുള്ളൂ. ഈ ആയത്ത് അതാണ് വിശദീകരിക്കുന്നത്. ഈ ആയത്തിന്റെ അർത്ഥവും ആശയവും അത് തന്നെയാണ്. ഇവിടെ നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. നജ്ജാശി രാജാവിന്റെ മുമ്പിൽ പോയി ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ചില വാക്കുകളുണ്ട്. നജ്ജാശി രാജാവ് നമുക്കറിയാം ഇസ്ലാമിന്റെ ഹിജ്റ എന്ന് പറയുന്നത് രണ്ട് ഹിജ്റകൾ പ്രധാനമായിട്ട്. ഒന്നാമത്തെ ഹിജ്റ എത്തോപ്യയിലേക്കാണ്. പ്രധാനപ്പെട്ട ഹിജ്റയിൽ ഒന്നാമത്തെ ഹിജ്റ എത്തോപ്യയിലേക്കാണ്. രണ്ടാമത്തെ ഹിജ്റ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എങ്ങോട്ടേക്കാണ്? യസ്രിബിലേക്കാണ്, മദീനത്തേക്കാണ്. ഒന്നാമത്തെ ഹിജ്റയിൽ എത്തോപ്യയിലേക്ക് സ്വഹാബാക്കൾ പോകുമ്പോൾ അവിടെയും പീഡനങ്ങളായിട്ട് മക്കയിലെ മുശ്രിക്കുകൾ വരുന്നുണ്ട്. ആ സമയത്ത് നജ്ജാശി രാജാവിന്റെ മുമ്പിൽ വന്ന് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്ന ചില വാക്കുകളുണ്ട്. ആ വാക്കുകൾ എത്ര മനോഹരമാണെന്നറിയോ? നജ്ജാശി രാജാവിന്റെ മുമ്പിൽ മുശ്രിക്കുകൾ പോയി എന്ത് ചെയ്യുന്നു? പാരപണിയുന്നു. ആ സമയത്ത് നജ്ജാശി രാജാവിന്റെ അടുക്കൽ മുസ്ലിമീങ്ങളെ വിളിക്കുകയാണ്. മുസ്ലിമീങ്ങളെ വിളിക്കുമ്പോൾ ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് സംസാരിക്കുന്നത്. ആ സാഹചര്യത്തിൽ അവിടുത്തെ രാജാവിനോട് പറയുകയാണ്, അയ്യുഹൽ മലിക്, അല്ലയോ രാജാവേ, കുന്നാ ഖൗമൻ അഹ്ല ജാഹിലിയ, ഞങ്ങൾ ജാഹിലിയത്തിന്റെ ആൾക്കാരായിരുന്നു. ഞങ്ങൾ ബുദ്ധിയില്ലാത്ത, വിവരമില്ലാത്ത ശിർക്കിന്റെ ആളുകളായിരുന്നു. എന്നിട്ട് പറയുകയാണ്, നഅബുദുൽ അസ്നാം, ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്നു. വനഅകുലുൽ മൈതത, ശവങ്ങളെ തിന്നിരുന്നു. വനഅതിൽ ഫവാഹിഷ, വാക്കുകളിലും പ്രവർത്തനങ്ങളിലും മ്ലേച്ഛമായ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നു. വനഖതഉൽ അർഹാം, ഞങ്ങൾ കുടുംബ ബന്ധങ്ങൾ മുറിച്ചിരുന്നു. വനിസീഉൽ ജിവാർ, ഞങ്ങൾ അയൽക്കാരെ ഉപദ്രവിച്ചിരുന്നു. യഅകുലുൽ ഖവിയ്യു മിനൽ ളഈഫ്, ശക്തരായ ആളുകൾ ബലഹീനരെ അവർ ആക്രമിച്ചിരുന്നു. സഹോദരന്മാരെ, ഈ വാക്കിലെല്ലാം ഉണ്ട്. ജാഹിലിയത്ത് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു തരികയാണ്. ഇവിടെ ഇത് തന്നെയാണ് ഈ ജാഹിലിയത്തും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളൊന്ന് ചുറ്റുപാടൊന്ന് നോക്കിക്കേ, എന്താണ് അവസ്ഥ? സവർണരായ ആളുകൾ ദലിതരായ അവർണനായ ആളുകളുടെ മുഖത്ത് നോക്കി മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥ. മാട്ടിറച്ചി സൂക്ഷിച്ചു, പശുവിന്റെ ഇറച്ചി സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് ഒരാളെ കൊല്ലുന്ന ഒരു സമൂഹം കൂട്ടം കൂടി അടിച്ചു കൊല്ലുന്ന ഒരു അവസ്ഥ ഇന്ന് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ശിർക്കിന്റെ അവസ്ഥയാണ്. ശിർക്കിന്റെ അവസ്ഥയാണ്. ജനങ്ങളെ തട്ടുതട്ടുകളായിട്ട് തിരിക്കുക, അവരെ മോശക്കാരാക്കി മാറ്റുക, അവരെ ഇല്ലായ്മ ചെയ്യുക. അതിനുശേഷം ജഅഫർ ബിൻ അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിന്റെ സൗന്ദര്യം വളരെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ഇടയിലേക്ക് ഒരു പ്രവാചകൻ വന്നു. ആ പ്രവാചകൻ ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് പറഞ്ഞു. അള്ളാഹു അല്ലാത്ത ഒരു വ്യക്തിയെയോ ഒരു ശക്തിയെയോ ഒരു കല്ലിനെയോ ഒരു മുള്ളിനെയോ ഒരു വിഗ്രഹത്തെയോ ഒന്നിനെയും ഞങ്ങൾ ആരാധിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. നല്ല വാക്ക് പറയണം, നല്ല വാക്ക് പറയണം. അയൽവാസികളോട് നല്ല രീതിയിൽ പെരുമാറണം. നല്ല രീതിയിലുള്ള സ്വഭാവം നിങ്ങൾ കാഴ്ചവെക്കണം. കുടുംബ ബന്ധം ചേർക്കണം. ഇങ്ങനെ ഒരുപാട് വാക്കുകൾ പറയുന്നുണ്ട്. അതിൽ പറയുന്ന ഒരു വാക്കാണ് സത്യസന്ധത മുറുകെ പിടിക്കുക എന്ന് പറയുന്നത്. സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നഷ്ടപ്പെട്ടിരിക്കുന്ന ഷിർക്കിന്റെ തൊട്ടടുത്ത് വരുന്ന ഒരു പാപമാണ് കളവ് പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത്. കളവിന്റെ വക്താക്കളായി അഹ്ലുൽ ജാഹിലിയ, ജാഹിലിയത്തിന്റെ ആളുകൾ കൊണ്ടു നടന്നുന്ന ചില കാര്യങ്ങളാണ് ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക, കളവിനെ പ്രചരിപ്പിക്കുക, അതിന്റെ വക്താക്കളായി മാറുക. അതിന്ന് മുസ്ലിം സമൂഹത്തിന്റെ ഉള്ളിലും ഇങ്ങനെ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുന്ന വേദനാജനകമായ കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വെറുതെ ഒരു വാർത്ത കിട്ടുക, ആ വാർത്ത പ്രചരിപ്പിക്കുക, അത് ഷെയർ ചെയ്യുക, അതിന്റെ പേരിൽ ഒരു കുടുംബം തകർക്കപ്പെടുക. നമ്മൾ ആലോചിച്ച് നോക്കിയേ. ഇയ്യാകും വല്ലൻ, അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുകയുണ്ടായി, നിങ്ങൾ ഈ തോന്നലുകളെ സൂക്ഷിക്കണം. ഈ തോന്നലുകൾ ഏറ്റവും വലിയ കളവാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. നിങ്ങൾ കളവിനെ സൂക്ഷിക്കണേ. കളവ് അത് തിന്മയിലേക്ക്, അത് തെമ്മാടിത്തരത്തിലേക്ക് കൊണ്ടുപോകും. ഈ തെമ്മാടിത്തരം നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. കളവ് പ്രചരിപ്പിക്കുക, ഊഹാപോഹങ്ങൾ പ്രചരിപ്പിക്കുക, അറിയാൻ പാടില്ലാത്ത വ്യക്തതയില്ലാത്ത കാര്യങ്ങൾക്ക് പിന്നാലെ പോയി അതിനെ പ്രചരിപ്പിക്കുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ കൊടിയ പാപമാണ്. ഒരാൾ ഇങ്ങനെ കളവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. കദിബിന്റെ പിന്നാലെ പായുകയാണ്. അവനെ അല്ലാഹു
അള്ളാഹുവിന്റെ അടുക്കൽ കളവുകാരനായിട്ട്, കളവ് പറയുന്നവനായിട്ട് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് പറയുന്നത്. അവൻ മാന്യനായിട്ട് സമൂഹത്തിന് മുമ്പിൽ വിരാജിക്കുകയാണ്, മാന്യതയുടെ പരിവേഷം അവൻ ഇട്ടു നടക്കുകയാണ്. പക്ഷെ അള്ളാഹുവിന്റെ കോടതിയിൽ അവൻ കളവുകാരനായിട്ട്, കളവ് പ്രചരിപ്പിക്കുന്നവനായിട്ട് രേഖപ്പെടുത്തപ്പെടുമെന്നാണ് പറയുന്നത്. എത്ര എത്ര ജീവിതങ്ങളാണ് ഹോമിക്കപ്പെടുന്നത്. വെറുതെ ഭാവനാ സൃഷ്ടികൾ ഉണ്ടാക്കുക, നിറം പിടിച്ച കഥകൾ ഉണ്ടാക്കുക, അതിങ്ങനെ പ്രചരിപ്പിക്കുക, സമൂഹ മാധ്യമങ്ങളിലൂടെ കൊണ്ടുപോവുക. ഇത് ജാഹിലിയത്തിന്റെ അടയാളമാണ്, ജാഹിലിയത്തിന്റെ അടയാളമാണ്. ഈ ജാഹിലിയത്തിന്റെ അടയാളങ്ങൾക്ക് പിന്നാലെ പോവുക എന്ന് പറയുന്നത് എങ്ങോട്ടെത്താനുള്ള മാർഗമാണ്? എങ്ങോട്ടെത്താനുള്ള മാർഗമാണ്? നരകം. നരകത്തിലേക്ക് എത്താനുള്ള മാർഗമാണ്. അല്ലാഹു തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. നരകത്തിൽ നിന്നും അല്ലാഹു തആല നമ്മളെല്ലാവരും കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തൗഹീദിൽ നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. തൗഹീദിൽ അടിയുറച്ച് വിശ്വസിക്കണം. ശിർക്ക് അത് ആഘോഷങ്ങൾ കാണുന്നുണ്ട്, സാംസ്കാരിക നായകന്മാർ വരുന്നു, സിനിമാ നടന്മാർ വരുന്നു, വേണ്ടപ്പെട്ട ആളുകൾ വരുന്നു, എഴുത്തുകാർ വരുന്നു, എല്ലാവരും വന്നുകൊണ്ട് പോസ്റ്റ് ചെയ്തുകൊണ്ട് ഫോട്ടോകൾ സോഷ്യൽ മീഡിയകളിലൂടെ പ്രചരിപ്പിക്കുന്നു. ആ ഫോട്ടോകൾ നമ്മുടെ മുമ്പിൽ വരുന്നു. നമുക്ക് വിഷമമുണ്ട്, നമുക്ക് വേദനയുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. വിഷമവും വേദനയും ഞങ്ങൾക്കുണ്ട്. ഈ വിഷയത്തിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ആ നിലപാട് ഞങ്ങൾക്ക് വ്യക്തമാണ്. ഇൻഷാ അല്ലാഹ് വരും കാല തലമുറകൾക്ക് മുമ്പ് ഈ ഇരിക്കുന്ന കൊച്ചുമക്കളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് എവിടെയാണ്? രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏത് പള്ളി വിളിച്ചിട്ടാണ്? ബാബരി മസ്ജിദ് വിളിച്ചിട്ടാണ്. ഈ മക്കളുടെ മുമ്പിൽ നമ്മൾ പറയും, ഇനി വരും തലമുറകളുടെ മുമ്പിൽ ഞങ്ങൾ പറഞ്ഞു കൊടുക്കും, രാമക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അവിടെ പള്ളി വിളിച്ചിട്ടാണ് എന്ന് ഞങ്ങൾ വരും തലമുറകളുടെ മുമ്പിൽ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിൽ യാതൊരു വിധമായ സംശയവും വേണ്ട. പിന്നെ നല്ലവരായ ഞങ്ങളുടെ ഹൈന്ദവ സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് പറയാനുള്ള കാര്യം, നിങ്ങൾ വിചാരിക്കും നിങ്ങളിത് ഒരു ആവേശകരമായിട്ട്, ഒരു ദേശീയ ഉന്മാദമായിട്ട് നിങ്ങളിത് കരുതുന്നുണ്ടാവും. നിങ്ങളോട് പറയാനുള്ള ഒരേ ഒരു വാക്ക്, മുൻ പാർലമെന്റേറിയൻ ആയിരുന്ന, പാർലമെന്റ് അംഗമായിരുന്ന മഹുവ മൊയ്ത്ര പറഞ്ഞൊരു വാക്ക്, മഹുവ മൊയ്ത്ര പറഞ്ഞൊരു വാക്ക് പറയാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്, നിങ്ങൾ ഹിന്ദുക്കളാണ്. മുസ്ലിമീങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഹിന്ദുക്കളാണ്. മുസ്ലിമീങ്ങൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ചാതുർവർണ്ണത്തിന്റെ മുഖത്തിൽ നിങ്ങളെ കെട്ടപ്പെടും. നിങ്ങൾ എങ്ങനെയാണോ മുമ്പ് തലമുറകളിൽ ക്ഷത്രിയനായിരുന്നത്, ബ്രാഹ്മണനായിരുന്നത്, ക്ഷത്രിയനായിരുന്നത്, വൈശ്യനായിരുന്നത്, ശൂദ്രനായിരുന്നത്, ആ ചാതുർവർണ്ണ സിദ്ധാന്തത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും. അവിടെ നടന്നിരുന്ന ആ പ്രാണപ്രതിഷ്ഠയും അതിന്റെ ദീപശിഖയും ചാതുർവർണ്ണത്തിലേക്കുള്ള ഒരു കടന്നുകയറ്റം മാത്രമാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതുണ്ട്. ഇവിടെ അവർണ്ണനെയും സവർണ്ണനെയും തമ്മിൽ വിഭജിക്കാനുള്ള ഒരു കൊടിയേറ്റായിരുന്നു പ്രാണപ്രതിഷ്ഠതയുടെ പേരിൽ അവർ നടന്നിരുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റിനെ അവിടെ കൊണ്ടുവന്നില്ല? പ്രസിഡന്റിനെ കൊണ്ടുവരാൻ പാടില്ലായിരുന്നോ? അവിടെ അദ്ദേഹമല്ലേ ഇന്ത്യയിലെ ആദ്യത്തെ പൗര? എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അവർ അവർണ്ണയാണ്, അവരടിപ്പിച്ചിട്ടില്ല. സവർണ്ണന്മാരായ ഒരുപാട് ആളുകളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ നടന്നിരിക്കുന്ന ഈ ഒരു പ്രാണപ്രതിഷ്ഠാ ചടങ്ങാവട്ടെ, അതിന്റെ കൊടിയേറ്റാവട്ടെ, ഇവിടെ എല്ലാം നടന്നിരിക്കുന്നത് ബ്രാഹ്മണ്യത്തിന്റെ അടയാളങ്ങളാണ് അവിടെ ചാർത്തപ്പെടുക. ചാതുർവർണ്ണത്തിന്റെ പഴയ ചാതുർവർണ്ണത്തിന്റെ മുഖത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. സഞ്ചാര സ്വാതന്ത്ര്യമില്ലാത്ത, പഠിക്കാനുള്ള അവസരമില്ലാത്ത ഒരു ലോകത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഞങ്ങൾ ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് ജീവിക്കാം. ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇവിടെ അവർണ്ണനെന്നും സവർണ്ണനെന്നുമുള്ള വേർതിരിവ് വരും. അത് നിരന്തരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദലിതർ അനുഭവിക്കുന്ന പീഡനങ്ങൾ നമ്മൾ ഒന്ന് എടുത്തു വെച്ച് പരിശോധിച്ചാൽ മതി. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. സഹോദരന്മാരെ, പറഞ്ഞു വന്ന ആയത്തിന്റെ അവസാനത്തിലേക്ക് വരികയാണ്. അവസാന ഭാഗം എന്ന് പറയുന്നത് നല്ല വാക്കിന്റെ ഉപമ നല്ലൊരു വൃക്ഷം പോലെയാണ്. അത് സത്യവിശ്വാസികളാണ്. നമ്മൾ ബഹുസ്വര സമൂഹത്തിൽ ഫലങ്ങൾ നൽകിക്കൊണ്ടിരിക്കണം. ഈ സമൂഹത്തിൽ നമ്മൾ ഇല്ലാണ്ട് പോകുന്ന ഒരു അവസരത്തിൽ അവർ വിഷമിക്കണം. നമ്മൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഇങ്ങനെ സംഭവിക്കില്ല എന്നുള്ള അർത്ഥത്തിൽ ആ തലത്തിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. ബഹുസ്വര സമൂഹത്തിൽ അവിഭാജ്യ ഘടകമായിട്ട് നമുക്ക് മാറണം. നല്ലൊരു മരമായിട്ട് മാറണം. നമ്മൾ അങ്ങനെ ആവണമെന്ന് നമ്മൾ ചിന്തിക്കണം. നല്ലൊരു ഫലം നൽകുന്ന, എല്ലാവർക്കും ഫലം നൽകുന്ന ഒരു നല്ലൊരു വൃക്ഷമാകുന്നുണ്ടോ എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക.
രണ്ടാമതായിട്ട് മോശമായ വാക്ക് അതൊരു മോശമായ വൃക്ഷം പോലെയാണ്. അതിങ്ങനെ മോശമായ കായ്ക്കനികൾ തന്നുകൊണ്ടേയിരിക്കും. അത് ഒരുപാട് ഭാഗത്ത് നിന്ന് ഷിർക്കിന്റെയും കുഫ്റിന്റെയും ലിബറലിസത്തിന്റെയും ആശയങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കും. മനോഹരമാണ്, നമ്മൾ ചിന്തിക്കും. പക്ഷേ മനോഹരമാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് മാലഹാ മിൻ ഖറാർ, അതിനൊരു ഉറപ്പില്ല, ഏത് സമയത്തും നശിച്ചു പോകാം. ഇവിടെ അവസാനമായിട്ട് അല്ലാഹു തആല പറഞ്ഞു വയ്ക്കുന്നത് യുസബ്ബിതുല്ലാഹുല്ലദീന ആമനു ബിൽ ഖൗലി സാബിത് ഫിൽ ഹയാത്തി ദുനിയ. നിങ്ങൾ തൗഹീദിൽ വിശ്വസിക്കാൻ തയ്യാറുണ്ടോ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പരിസരത്ത് ജീവിക്കാൻ തയ്യാറുണ്ടോ? നിങ്ങൾക്ക് ഈ ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉറപ്പ് നൽകുക തന്നെ ചെയ്യും. ഗസയുടെ മക്കളിലേക്ക് നിങ്ങൾ നോക്കുക. അവർക്ക് സർവസ്വവും നഷ്ടപ്പെട്ട അവസരത്തിൽ അവർക്ക് പ്രതീക്ഷയുടെ കിരണങ്ങൾ നൽകിയത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണ്. ഈ അല്ലാഹുവിലുള്ള അടിയുറച്ച വിശ്വാസമാണ്, അചഞ്ചലമായ വിശ്വാസമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിധിക്കാത്ത ഒന്നും ഈ ഭൂമിയിലും ഈ പ്രപഞ്ചത്തിലും നടക്കുകയില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസമാണ് അവരെ ഇപ്പോഴും നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് നമുക്കും ഒരു അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന വാക്കായിട്ട് മാറേണ്ടതുണ്ട്. ഈ ദുനിയാവിൽ തന്നെ എത്ര കൊടുങ്കാറ്റുകൾ വന്നാലും എത്ര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും ഈ കലിമത്ത് തൗഹീദിൽ അടിയുറച്ചു നിൽക്കുക. ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറാണ്. എത്ര പീഡനങ്ങൾ സഹിക്കേണ്ടി വന്നാലും അഹദ് അഹദ് എന്ന് ബിലാൽ റളിയല്ലാഹു അൻഹു ഉച്ചരിച്ചതുപോലെ ഉച്ചരിക്കാൻ അത് അല്ലാഹു തആല തരും. നിങ്ങൾ അത് തരൂല എന്ന് വിശ്വസിക്കരുത്. അത് തരും എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ ഗസ, ഫലസ്തീനിലെ മണ്ണ്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. രണ്ടാമത്തെ കാര്യം കൂടി പറയുകയാണ്, വഫിൽ ആഖിറ, ആഖിറത്തിലും നിങ്ങൾക്ക് ഈ കലിമത്ത് കൂട്ടായി തീരുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതിന്റെ ഒരു വിശദീകരണം പരലോകവുമായി ബന്ധപ്പെട്ടതാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് ഉണ്ട്. മുഅ്മിനിന്റെ റൂഹ് പിടിക്കപ്പെടുന്ന അവസരമുണ്ട്. ആ മുഅ്മിനിന്റെ റൂഹ് പിടിക്കപ്പെട്ട് കഴിഞ്ഞ് റൂഹുഹു ഫീ ജസദിഹി, അവന്റെ ജസദിലേക്ക്, അവന്റെ ശരീരത്തിലേക്ക് അവന്റെ റൂഹ് പിന്നീട് മടക്കപ്പെടും. നമ്മള് ഇത് ഒന്നും കൂടി ഒരു ഭംഗിയായിട്ട് പറയണമെങ്കിൽ നമ്മളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും. ഈ കാരിക്കോട് നെയ്നാര് പള്ളിയുടെ ഖബർസ്ഥാനിലേക്ക് നമ്മളെ കൊണ്ടുവന്ന് വെക്കും. നമ്മളെ ഖബറിൽ ഇറക്കി വെക്കുകയാണ്. പിന്നീട് നമ്മുടെ റൂഹ് തിരിച്ചു തരികയാണ്. ഫയഅതീഹി മലക്കാനി, രണ്ട് മലക്കുകൾ കടന്നു വരും. ഫയുജ്ലിസാനി, എണ്ണിപ്പിച്ചിരുത്തും. ഫീ ഖബരിഹി, അവന്റെ ഖബറിൽ എണ്ണിപ്പിച്ചിരുത്തും. ഫയഖൂലാനി ലഹു, ചോദ്യങ്ങൾ ആരംഭിക്കും. മൻ റബ്ബുക, നിന്റെ റബ്ബ് ആരാണ്? വമാ ദീനുക, നിന്റെ ദീൻ എന്താണ്? വമൻ നബിയുക, നിന്റെ നബി ആരാണ്? അപ്പോ ഇതിനെന്തുത്തരം പറയും? മൻ റബ്ബുക എന്ന് ചോദിക്കുമ്പോൾ എന്താ ഉത്തരം പറയാം? റബ്ബി അല്ലാഹ്. നമ്മുടെ റബ്ബ് ആരാണ്? ദീനി അൽ ഇസ്ലാം. എന്റെ ദീൻ എന്താണ്? നബി. എന്റെ നബി ആരാണ്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സത്യവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്യുന്നത്. സത്യവിശ്വാസികൾക്ക് ഖബറിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കുന്നതാണ്. ഈ ഒരു സ്വസ്ഥതയും സമാധാനവും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏത് കലിമത്തിനെ മുറുകെ പിടിക്കണം? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തിനെ നമ്മൾ മുറുകെ പിടിക്കണം. ഫയുനാദി മുനാദി മിനസ് സമാ, അപ്പോൾ ആകാശ ലോകത്ത് നിന്ന് ഒരു വിളിയാളം ഉണ്ടാകും. ഒരാൾ വിളിച്ചു പറയും, അൻ സദഖ അബ്ദി, എന്റെ അടിമ സത്യം പറഞ്ഞിരിക്കുകയാണ്. ഫദാലിക ഖൗലുഹു, അതാണ് ഈ മരണം കഴിഞ്ഞ് ഖബറിൽ കിടക്കുമ്പോൾ ഈ ചോദ്യോത്തരങ്ങൾ വരുമ്പോൾ ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സബാത്തിന്റെ വചനം, ഈ പറയുന്ന വചനം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമെന്ന് പറയുകയാണ്. ഇവിടെ എല്ലാം കൃത്യമായിട്ട് ആൻസർ, ഈ ചോദ്യത്തിനെല്ലാം കൃത്യമായിട്ട് ഉത്തരം പറയാനുള്ള ആ ഒരു മാനസികമായിട്ടുള്ള കഴിവ് നൽകും. എന്തുകൊണ്ട് കഴിവ് നൽകുന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? ജീവിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹ് അനുസരിച്ച് നമ്മൾ മരിച്ചു. മരണസമയത്ത് നമുക്ക് എന്ത് ഉച്ചരിക്കാൻ പറ്റും? ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ പറ്റും. ഖബറിൽ കിടക്കുന്ന അവസരത്തിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കാൻ പറയും. അപ്പം ആ മലക്കുകൾ പറയുന്നതാണ്, നീ സൗഭാഗ്യവാനായിട്ട് ജീവിച്ചു, നീ സ്തുതിർഹനായിട്ട് മരിച്ചു. എന്നിട്ട് പറയുകയാണ്, പുതുമണവാളൻ ഉറങ്ങുന്നത് എങ്ങനെയാണോ അതുപോലെ ഉറങ്ങുക. സഹോദരന്മാരെ, നമ്മുടെ ജീവിതം വളരെ നശ്വരമാണ്. നമ്മൾ ഈ പറയണ പോലെ ഒരുപാട് സമയമൊന്നും ജീവിക്കുന്ന നമുക്ക് ആർക്കും ഉറപ്പ് പറയാൻ കഴിയില്ല. നമ്മുടെ ജീവിതത്തിനൊന്നും ഒരു ഗ്യാരണ്ടി ഇല്ല. ഏത് സമയത്ത് വേണമെങ്കിലും മരിക്കാം.
മരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഈ ലോകത്ത് ചെയ്തു വെച്ചിട്ട് പോകണം. ലോകത്ത് ചെയ്തു വെക്കാൻ ഈ കാലഘട്ടത്തിൽ വലിയ നവോത്ഥാന പ്രവർത്തകനാവണമെന്നും ഞാൻ പറയില്ല. ചുരുങ്ങിയ പക്ഷം ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് മരിക്കാനെങ്കിലും നമുക്ക് കഴിയണം. നാളെ ഖബറിൽ പോകുമ്പോൾ ഈ ചോദ്യങ്ങൾക്കെല്ലാം കൃത്യമായിട്ടുള്ള മറുപടി വരണം. ഖാഫില നിങ്ങളുടെ മുമ്പോട്ട് വയ്ക്കുന്ന ആശയം അത്ര മാത്രമേ ഉള്ളൂ. ഭൗതികമായിട്ടുള്ള ഒരു തരത്തിലുള്ള സഹായവും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടൂല. അതിന്റെ ആവശ്യമില്ല, ഒരു മേന്മ ഉണ്ടാവില്ല. പക്ഷെ കൂടെ നിന്ന് പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് തരാൻ ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. സ്വന്തമാണ് ഓരോരുത്തരും തീരുമാനിക്കേണ്ടത്. മരണശേഷം ഒരു സമൂഹം നിങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ, നിങ്ങളുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യാൻ ഒരു സമൂഹത്തെ നിങ്ങൾക്ക് സൃഷ്ടിച്ചു വെച്ചിട്ട് പോകാൻ കഴിയും. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഖബറിലും നമുക്ക് നന്നായിട്ട് പറയാൻ കഴിയും. അതിനു വേണ്ടിയുള്ള ഒരു ചെറിയൊരു എളിയ പരിശ്രമമാണ് ഖാഫില മുമ്പോട്ട് വയ്ക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ വന്ന ആൾക്കാർ നല്ല ചെറുപ്പക്കാരായ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. മാഷാ അല്ലാഹ് വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ്, മനസ്സിന് കുളിർമ നൽകുന്ന കാഴ്ചയാണ്. ഈ സമൂഹത്തെ കൊണ്ട് നടക്കുകയുള്ളൂ. ഇനി ഒരു പുതിയ ഒരു മാറ്റത്തിന്റെ പടഹധ്വനി ഉയർത്താൻ ഈ സമൂഹത്തെ കൊണ്ടേ കഴിയുള്ളൂ. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കോളേജിൽ പഠിക്കുന്നവരാണ്. ലിബറലിസം ഉണ്ട്, അതുപോലെ തന്നെ യുക്തിവാദമുണ്ട്. ഒരുപാട് വാദങ്ങൾ, മനുഷ്യനിർമ്മിതമായ വാദങ്ങളുണ്ട്. മനോഹരമായിട്ടാണ് നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത്. മാനവികതയുടെ വലിയ ആൾക്കാരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. സ്വാതന്ത്ര്യം, സ്ത്രീ സ്വാതന്ത്ര്യമാണ് ഞങ്ങളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അവസാനം ഇവൻ പീഡിപ്പിച്ച കഥയാണ് മൊത്തം വരുന്നത്. അതാണ് ഏറ്റവും വലിയ രസകരമായ കാഴ്ച. ഇവൻ പറയണ മുഴുവനും ഇവന്റെ പെൺ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്ന കഥകൾ മുഴുവനും സ്വതന്ത്രയാവണമെന്നാ പറയണം. പക്ഷെ അവസാനം കഥകൾ മുഴുവനും ഞാൻ ചുമ്മാ തമാശയ്ക്ക് പറയുന്നതല്ല. കാസർഗോഡും അതുപോലെ തിരുവനന്തപുരം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വുമൺ സ്റ്റുഡൻസിന്റെ ഒരുപാട് ചരിത്രങ്ങൾ കേൾക്കാൻ കഴിയും. കൂടെ ആങ്ങളമാരെപ്പോട് കൂടിയിട്ട് അവസാനം ഇവന്മാര് ഞങ്ങളെ തന്നെ ചതിക്കുകയായിരുന്നു. ആശയങ്ങൾ പകർന്നു കൊടുക്കുന്നു. അവസാനം തങ്ങൾ ചതിക്കുഴിയിൽ പെട്ടു എന്ന് പിന്നീടാണ് അറിയുന്നത്. മാതാപിതാക്കളെ വിട്ടു. സ്ത്രീ സ്വാതന്ത്ര്യം, മാതാപിതാക്കളൊക്കെ വിടുവാണ്, പോവാണ്. നിങ്ങളെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ പോവാ, ഞങ്ങളുടെ ബോയ് ഫ്രണ്ടുകളുടെ, ഞങ്ങളുടെ ആങ്ങളമാരുടെ ഞങ്ങളെ സഹായിക്കാൻ, സംരക്ഷിക്കാൻ എന്ന് പറഞ്ഞ് ഇറങ്ങി പോകുന്നു. അവസാനം ഇവർ ചതിക്കുഴിയിൽ എത്തിപ്പെട്ടത് പിന്നീടാണ് അറിയുന്നത്. യുക്തിവാദവും അതുപോലെ തന്നെ ഒരുപാട് മനുഷ്യനിർമ്മിത വാദങ്ങൾ, ഇതൊക്കെയും കലിമത്തുൻ ഖബീസത്തുൻ, മോശമായ വാക്കാണ്. ഇതിൽ നിന്നും ഉയർന്നു വരുന്ന ആ വൃക്ഷം അതും മോശമായ വൃക്ഷമായിരിക്കും. നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഏത് വൃക്ഷമായി മാറണം. നിങ്ങൾ ഈ മനുഷ്യനിർമ്മിതമായ ആശയങ്ങളുടെ വൃക്ഷമായി മാറണം. അതിനൊരു അടിയുറപ്പുണ്ടാവില്ല. ഏത് നിമിഷവും പിഴുതെറിയപ്പെടും. നമ്മൾ ഈ കാണുന്ന സെലിബ്രേഷനുകൾ ഒന്നും ഉണ്ടാവില്ല. അതിനെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടായിരിക്കും അള്ളാഹുവിന്റെ നിയമങ്ങൾ കടന്നു വരിക. നമ്മൾ ഉറപ്പിക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പക്ഷത്ത്, കലിമത്തുൻ ത്വയ്യിബയുടെ പക്ഷത്തിലൊക്കെ വരണം. നമ്മൾ കലിമത്തുൻ ത്വയ്യിബ മാത്രം പോരാ. നമ്മുടെ ഏറ്റവും വലിയ പരാജയം, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹ ഉണ്ട്, പക്ഷേ ഷജറത്തിൻ ത്വയ്യിബ ആവുന്നില്ല, നല്ലൊരു വടവൃക്ഷമാവുന്നില്ല. എല്ലാ സമൂഹങ്ങൾക്കും നന്മ ചെയ്യുന്ന ഒരു വടവൃക്ഷമാവാൻ നമുക്ക് കഴിയുന്നില്ല. ബഹുസ്വര സമൂഹത്തിൽ നമ്മളില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള സാഹചര്യത്തിലേക്ക് അവരെ കൊണ്ട് നമ്മൾ പറയിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഫലം നൽകുന്ന നല്ലൊരു വൃക്ഷമായിട്ട് മാറാൻ വേണ്ടി ശ്രമിക്കണം. ഇൻഷാ അല്ലാഹ് എല്ലാവരും തയ്യാറല്ലേ അങ്ങനെ ചെയ്യാൻ? ഇൻഷാ അല്ലാഹ് ഖാഫിലയുമായിട്ട് നിങ്ങൾ സഹകരിക്കുകയും എല്ലാ മാസങ്ങളിലുമുള്ള ഈ ഖുർആൻ ക്ലാസുകൾ മാത്രമല്ല, ഇനി തുടർന്ന് പലവിധമായ പരിപാടികളുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് ഖാഫില. അതിലെല്ലാവരും നിങ്ങൾ സഹകരിക്കണം. ഇതിനകത്ത് നേരത്തെ പറഞ്ഞതുപോലെ നിഷ്കാമ കർമ്മമാണ്. പ്രത്യേകിച്ച് ഇതിനകത്തൊന്നും ചെയ്യാൻ ഒരു ലാഭേച്ഛയൊന്നുമില്ല. പ്രത്യേകിച്ച് ലാഭേച്ഛയൊന്നുമില്ല. എല്ലാവരും മാസവരി ഇട്ട് അവരുടെ സമയം, വിലപ്പെട്ട സമയങ്ങൾ ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താണ് ഇവരെല്ലാവരും മുമ്പോട്ട് പോകുന്നത്. എല്ലാ ദിവസം ഈ മുലാഖാത്തുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ മാസവും ഇവർ വീടുകൾ കയറി ഇറങ്ങുകയാണ്. അപ്പൊ നിങ്ങളുടെ ഈ ഒരു പ്രതികരണം കൂടുതൽ പേരിലേക്ക് എത്തിക്കുക. നിങ്ങൾ എല്ലാവരെയും, നിങ്ങളുടെ സുഹൃത്തുക്കളെയും കൂടി കൂട്ടിക്കൊണ്ടുവരിക. ഇൻഷാ അല്ലാഹ് നമുക്കൊരു വലിയൊരു മാറ്റം ഈ സമൂഹത്തിൽ ഉണ്ടാക്കാം. അങ്ങനെ ചിന്തിക്കുന്ന സോഷ്യൽ ചേഞ്ച്, ഒരു മാറ്റം ഉണ്ടാക്കാൻ താല്പര്യപ്പെടുന്ന ഒരു ചെറുപ്പക്കാരുടെ കൂട്ടമായിട്ട് നമ്മൾ മാറട്ടെ. അല്ലാതെ ഈ ലിബറലിസത്തിനും ഈ പറയുന്ന യുക്തിവാദത്തിനും മറ്റിതര മനുഷ്യ നിർമ്മിത വാദങ്ങൾക്കും പിന്നാലെ പോയി നമ്മുടെ ജീവിതത്തിന്റെ ആയുസ് മുഴുവൻ നശിപ്പിച്ച് അവസാനം കുഫറിലായിട്ട് അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ, ചത്തുപോകുന്ന ഒരവസ്ഥ നമുക്ക്
ആർക്കും ഉണ്ടാവാൻ പാടില്ല. മൻ റബ്ബുക എന്ന് പറയുമ്പോൾ എന്ത് പറയണം? റബ്ബി അല്ലാഹ്. വമാ ദീനുക എന്ന് പറയുമ്പോൾ ചോദിക്കുമ്പോൾ ദീനി അൽ ഇസ്ലാം. വമൻ നബിയുക എന്ന് ചോദിക്കുമ്പോൾ നബി അൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു മജ്ലിസാക്കി, അത്തരത്തിലുള്ള ഒരു കൂട്ടായ്മയാക്കി നമ്മളെ എല്ലാവരെയും മാറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.